Hi friends, welcome back to my channel. ഞാൻ സുഫാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അവയർനെസ് ആണ് നിങ്ങൾക്ക്. കാരണം ഇതിനു മുമ്പ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തൊരു വ്യക്തി ഒരു 1 month ആയിട്ടുള്ളൂ. ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നു. ആള് നമ്മളൊപ്പം ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഹായ്, പേരെന്താണെന്ന് പരിചയപ്പെടുത്തും? എൻ്റെ പേര് ആരോമൽ എന്നാണ്. ഞാൻ താമസം ട്രിവാൻഡ്രത്താണ് താമസം. ഞാനിത് ചെയ്യാനായിട്ട് കോയമ്പത്തൂർ വന്നതാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ആ ഒരു ഫോട്ടോയിൽ കണ്ട കണക്കുള്ള കണ്ടീഷൻ അല്ല എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആക്ച്വലി സംഭവം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതാണ് ഫോട്ടോ ഞാൻ കാണിച്ചു കേട്ടോ. ഇതാണ് ഫോട്ടോ എന്താ വൈറലായി വീഡിയോ അല്ലേ? വീഡിയോയും ആ ഫോട്ടോയും രണ്ടും. അപ്പോൾ സെക്കൻഡ് ഡേ ആയിരുന്നു അല്ലേ? അതെൻ്റെ സെക്കൻഡ് ഡേ നൈറ്റ് സ്വെല്ലിംഗ് ആണ്. ഞാനത് അതായത് ഒരു അവയർനെസ് എന്ന രീതിയിൽ തന്നെ എന്നെ പോലെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ഇതാവാനായിട്ട് ഞാനൊരു ചാനൽ തുടങ്ങി. ഒരു ചാനൽ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, അങ്ങനെ എൻ്റെ ഇന്നത്തെ 26th ഡേ വരെയുള്ള അപ്ഡേറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സെക്കൻഡ് ഡേ രാത്രി വന്ന ആ ഒരു സ്വെല്ലിംഗ് വീഡിയോ മാത്രം വൈറലായി. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ മാത്രം ഇട്ട കേസാണ്. അത് FBയിലും ഇൻസ്റ്റയിലും ഒക്കെ എങ്ങനെ പോയി എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ധാരണയില്ല. എനിക്കറിയില്ല. നന്നായിട്ട് സെല് ചെയ്തിട്ട് കണ്ണ് കാണാത്ത രീതിയിൽ അല്ലേ? എനിക്ക് കണ്ണ് കാണുന്ന വ്യവസ്ഥയാണ്. ഈ കാണുന്ന ആളെയും ആ ഫോട്ടോയിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ആ ഒരു വീഡിയോ എടുത്തിട്ട് എന്താണ് ചെയ്തത്? എന്താ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഇപ്പോഴും നിങ്ങൾ അതേ കണ്ടീഷനിലാണോ ഓൺലൈനിലുള്ളത്? എനിക്ക് തന്നെ പേഴ്സണലി ഒരുപാട് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ബ്രോ ഇപ്പൊ ഇങ്ങനെ തന്നെ ആണോ? ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ 1 മാസമായിട്ടും ഈ സ്വെല്ലിംഗ് മാറിയിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവസ്ഥ എന്ന രീതിയിലാണ് ഇപ്പോഴും അത് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എൻ്റെ ആ ഒരു ചാനലിൽ പോലും ഞാനപ്പം ഇത്ര ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ ആ ഒരു ബാഡ് ഇമ്പാക്റ്റ് ആയി. അതായത് ഇപ്പം പല ക്ലിനിക്കുകളിൽ നിന്നും ചെയ്തിട്ട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. നമുക്കെന്നറിയാം, ഇപ്പൊ 2 പേരോടെ മരിച്ചു. നമ്മുടെ കേരളത്തിൽ പോലും ഒരു പുള്ളിക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പൊ ആ ഒരു കാറ്റഗറി ഓഫ് ഹോസ്പിറ്റൽസിലോട്ട് എവര് കൂടി എത്തിപ്പെടുന്ന ഒരു സ്റ്റേജ് ആയി. HNS അതായത് 10 രൂപയ്ക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം കൂടുതൽ അല്ലെ. അപ്പം ആ ഒരു HNS എന്നൊരു സ്ഥാപനം കൂടി ആ ഒരു കാറ്റഗറിയിൽ പെട്ടുപോയി എന്നൊരു സ്റ്റേജ് വന്ന് ഞാൻ കാരണം എനിക്ക് അത് പേഴ്സണലി ഭയങ്കര ഹർട്ട് ആയിക്കൊണ്ട്. പറഞ്ഞാല് നിങ്ങൾ ചെയ്തതല്ല, ഞാൻ ചെയ്തല്ല. അതിന് ശേഷം അതിന് കറക്റ്റ് വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കാണുന്നുണ്ട്. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ കഴിയും. ഒരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും വരുന്നതാണ്. പക്ഷെ കുറച്ച് ആൾക്കാരെന്താ ഇത് എടുത്തിട്ട് റീപോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയാണ്, 1 മാസം കഴിഞ്ഞിട്ട് മൂപ്പർ ഇതേ അവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്. അത് ആഗസ്റ്റ് 2-3 ദിവസം. എനിക്ക് അത് കറക്റ്റ് 5ാമത്തെ ദിവസം ഫുൾ ഓക്കെ. അത് ഇവിടെ ഓൾറെഡി അവർ ആദ്യം തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു സ്വെല്ലിംഗ് ഉണ്ടാകും, അത് ഒരു മേ ബി ഒരു 1 to 5 ഡേയ്സിനകത്ത് അത് ഓക്കെ ആവും. ഞാൻ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്കിതിൽ വേറെ പ്രശ്നമൊന്നും ഇല്ല, ഇതിങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊന്നും ആൾക്കാർക്ക് അതൊന്നും കേൾക്കണ്ട. അവർ അടിയിൽ വന്നിട്ട് മുടി പോയെങ്കിൽ എന്താ, നിന്റെ മോന്ത ഇങ്ങനെ ആയില്ലേ, ഇങ്ങനെ ആയി കിട്ടിയില്ലേ, നീ ഹാപ്പി അല്ലേ, ആദ്യം പറഞ്ഞ് ചുമ്മാ ഒരു കാര്യമില്ലാതെ. അപ്പോൾ സത്യാവസ്ഥ ഇതാണ്. മൂപ്പർക്ക് യാതൊരു പ്രശ്നമില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന എല്ലാവർക്കും വരുന്നതാണ്. മൂപ്പർക്ക് ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എന്നോട് ഇവിടെ നിന്ന് ഇവർ ചെയ്തിട്ട് തന്നെ പറഞ്ഞു, ഗ്രാഫ്റ്റ് ഇതുവരെ വെച്ചിട്ടുണ്ട്, ക്രൗൺ ഏരിയ വരെ ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട്. സോ ഗ്രാഫ്റ്റ് നന്നായിട്ട് സൂക്ഷിക്കുക. ഒരു നെക്ക് പില്ലോ വാങ്ങാൻ പറഞ്ഞു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് വാങ്ങിയില്ല. അപ്പൊ വാങ്ങാത്ത പക്ഷം എനിക്ക് നേരെ കിടക്കാൻ എന്തായാലും പറ്റില്ല. സോ ഞാനിതാണ് ഇങ്ങനെ കിടന്നു. അപ്പൊ ഇങ്ങനെ കിടന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഗ്രാവിറ്റി തന്നെ നമുക്ക് ചിന്തിക്കാം, വാട്ടറാണ് താഴോട്ട് ഇങ്ങനെ വരുള്ളൂ. നമ്മൾ ഇങ്ങനെ കിടന്നിരുന്നുണ്ടെങ്കിൽ മേ ബി ഇത്രയും സ്വെല്ലിംഗ് ഉണ്ടാവും. എനിക്ക് ഈ കണ്ടീഷൻ പോയതാണ്. എന്റെ കൂടെ ചെയ്ത 3 ഫ്രണ്ട്സ് അവർക്കും ഇത്രയും സ്വെല്ലിംഗ് ഇല്ല. കാര്യം അവർക്ക് നേരെ കിടന്ന് മലർന്ന് കിടന്ന് ഉറങ്ങാം. ഞാൻ ഈ കമഴ്ന്ന് കിടന്ന് ഉറങ്ങിയതിലാണ് എനിക്ക് ഇത്രയും സ്വെല്ലിംഗ് വന്നത്. അപ്പം എല്ലാവർക്കും വരൂല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഡിപ്പെൻസ് ഓരോരുത്തരുടെ ശാരീരിക അവസ്ഥയാണ്. ചിലപ്പോൾ വരാതിരിക്കാം. പക്ഷെ ഇതൊരു പാർട്ടാണ്, ഇതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ കണക്കാക്കുക. സ്വെല്ലിംഗ് വന്ന് പോകും, ഒരു 5 ദിവസത്തെ കാര്യം. പിന്നെ 1 വീക്ക് എന്തായാലും റെസ്റ്റ് പറയുന്നുണ്ട്, 7 ദിവസം റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. പറയുന്നത് എന്താ വെച്ചാല് ഇതേപോലെ നെഗറ്റീവ് വാർത്തകൾ വെറുതെ പറഞ്ഞു വിടരുത്. സംഭവം ഇതുപോലെ കുറെ നെഗറ്റീവ്സ് ഉണ്ട്, റിസൾട്ട് ഇല്ലാത്തതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മൂപ്പരുത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതിൽ ഒരു വീഡിയോ മാത്രം വൈറലായതിന് പ്രശ്നമായത്, അതിന് ശേഷമുള്ള വീഡിയോ ചിലപ്പോൾ വൈറലാക്കിയതായിരിക്കാം. അതിന്റെ പിന്നിൽ ഏതെങ്കിലും കറുത്തായികൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ എന്തായാലും 10 രൂപയ്ക്ക് ചെയ്താൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ പല ആൾക്കാർ ഇപ്പോഴും അത് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് തീർത്തും വ്യാജമാണ്. ചിലപ്പോൾ എന്നെ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. നമ്മുടെ ചാനൽ കയറി നോക്കിയാലോ സെക്കൻഡ് കറക്റ്റ് ആയിട്ടത് മനസ്സിലാവും. പക്ഷെ അതൊന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും ഹെയർ ട്രാൻസ്പ്ലാന്റ് 10 രൂപയ്ക്ക് ചെയ്തു, ഇതായിരിക്കുന്നു, ഇങ്ങനെ അതാണ് അവസ്ഥ. എന്നോട് നമ്മൾ ഇതിന് ഒരു കമ്പനിയിൽ അതുപോലെ കൊടുത്താൽ ഓടി വരും. തീർത്തും വ്യാജമാണ്. കബളിപ്പിക്കപ്പെടാതിരിക്കുക, ചതിയിൽ വീഴാതിരിക്കുക.
നമ്മളിപ്പോ നിങ്ങൾ ഇവിടെ തന്നെ വരണം, നമ്മൾ ഒരിക്കലും പ്രൊമോഷൻ രീതിയിലല്ല, ഒരു അവയർനെസ് എന്ന രീതിയിൽ തന്നെ നമ്മളെ റിസൾട്ടുകൾ മാത്രം നമ്മൾ പോസ്റ്റ് തീർച്ചയായിട്ടും. പുള്ളിക്ക് റിസൾട്ട് ഉണ്ട്. പുള്ളി ഇപ്പൊ ചെയ്ത് 12 മാസം 24 മാസം 2 വർഷമായി. ഞാൻ ആക്ച്വലി പുള്ളിയെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാനിത് ഇറങ്ങി തിരിക്കണം. അപ്പൊ അതിലൊരു പോയിന്റ് എന്ന് വെച്ചാൽ എനിക്ക് നോക്കി ഇൻസ്പയർ ആവാനോ അല്ലെങ്കിൽ അതെന്താണ് എവിടെ ചെയ്താൽ കൊള്ളാം എന്തെങ്കിലും മനസ്സിലാക്കാൻ നമുക്കൊരു പോയിന്റ് വേണം. എനിക്ക് ആ പോയിന്റ് കിട്ടിയത് സഫാൻ പുൽക്കര എന്ന പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ പുള്ളിയുടെ വീഡിയോസ് കണ്ടപ്പോൾ, ഇപ്പൊ പുള്ളി 1-2 വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ഇയാളെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ളത് നമുക്ക് അറിയാം. അതുപോലെ കുറെ ആൾക്കാരുണ്ട് ഫസ്റ്റ് ഡേ സെക്കൻഡ് വീഡിയോ ആണ്, പിന്നെ ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ, അവർ അഡ്രസ്സൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പം നമ്മളിപ്പം എന്തായാലും ഇതെല്ലാവരും അവയർനെസ് ആയിട്ട് കണക്കാക്കുക, നീറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ജീവിക്കുന്ന പറഞ്ഞു കേട്ടിട്ട് അതൊന്നും വിശ്വസിക്കുക. നിങ്ങൾ തന്നെ അന്വേഷിക്കുക. ഇപ്പൊ ക്ലിനിക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് കറക്റ്റ് ബോധ്യപ്പെട്ടിട്ട് ചെയ്താൽ മതി. ഏത് ക്ലിനിക്കാണെങ്കിലും ഒരു വർഷം ഞാൻ അതിനു മുമ്പൊക്കെ പറഞ്ഞതാണ് അവരോട്, ഒരു വർഷമൊക്കെ ആയ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഐഡിയ കിട്ടും ആ ഒരു ക്ലിനിക്കിന്റെ എത്ര വൃത്തിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ. നിലവിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം പക്ഷെ എനിക്ക് ഒരുപാട് പറയാൻ പറ്റില്ല. കാര്യം എനിക്ക് 26 ദിവസം ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് മുന്നേ ചെയ്തവരുടെ റിസൾട്ടിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഞാൻ ആ ധൈര്യമാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ചാനൽ നമുക്ക് കാണുന്നവര് നമുക്ക് ആ ധൈര്യം കിട്ടും. സത്യം, അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. മൂപ്പരെ വീഡിയോ ഇങ്ങനെ വൈറലായി നടക്കുന്നുണ്ട്. ഇത് വിശ്വസിച്ച് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പേടിക്കുന്നത് അത് നിങ്ങൾ പേടിക്കണ്ട. ഇതൊരു വിഷയമുള്ള കേസല്ല. ഈ ട്രാൻസ്പ്ലാന്റേഷന്റെ പ്രൊസീജിയറിൽ ഉള്ളൊരു കാര്യമാണ് ഈ സെല്ലിംഗ് എന്ന് പറയുന്നത്. അത് എന്തായാലും വന്നു പോകും. അപ്പോൾ അതുപോലെ ട്രാൻസ്പ്ലാന്റ് ചെറിയൊരു വേദന, ഷെഡിങ്, ഇതൊക്കെ ഇതിൽ കഴിഞ്ഞു പോകാം. അതൊക്കെ നോർമൽ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പേടിയാണ്. അത് വെച്ച മുടി മൊത്തം തൊഴിഞ്ഞു പോയി എന്ത് ചെയ്യും? അതിലും എനിക്കൊന്നും പാനിക് ആവേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു പ്രൊസീജിയറിന് പോവുകയാണെങ്കിൽ നമ്മൾ അതിൽ ഏതൊക്കെ ഫേസ് നമ്മൾ നോക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമുക്കിപ്പോൾ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ അത് നമുക്ക് എവിടെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം അതിന് ഓക്കെ ആണോ, ചെയ്ത റിസൾട്ട് ഉണ്ടോ, ആ സ്ഥാപനം കുറെ നാൾ നിലനിൽക്കുന്നതാണോ എന്നെല്ലാം നമ്മൾ അന്വേഷിക്കുക. 2 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു ഫ്രണ്ട് വന്നു, നമ്മൾ നിലമ്പൂരിൽ നിന്ന് ചെയ്തു, സ്ഥലം ക്ലിനിക്ക് പറയുന്നില്ല, മൂപ്പരിപ്പുറന്ന് ഫ്രണ്ട് മാത്രം ചെയ്തു. അപ്പോൾ അയാൾ ചെന്നത് ഉച്ചയ്ക്ക് ചെല്ലാൻ പറഞ്ഞു, വൈകുന്നേരം എത്തിയതാണ് ഡോക്ടർ. പെട്ടെന്ന് തകൃതിയായിട്ട് ചെയ്ത് ഇപ്പോൾ 2 മാസമായി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ PRP ചെയ്യാൻ വന്നതാണ്. നമ്മൾ വീഡിയോ ഉണ്ടാണ് അങ്ങനെ പരിചയമാണ്. അപ്പൊ ആ സ്ഥാപനം ഇപ്പൊ ഇല്ല, കൂട്ടിപ്പോയി. 11 രൂപക്കാണ് അവർ ചെയ്തത്. എനിക്ക് തോന്നുന്നു വെച്ചാല് ഇപ്പം നിലവിൽ കേരളത്തില് നല്ലൊരു ബിസിനസ് സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ്. സോ ഡെയിലി ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ പൊട്ടി മുളയ്ക്കുന്നുണ്ട്. ഓഫർ നോക്കി ചതിയിൽ പെടാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. റിസൾട്ട്, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. റിസൾട്ടിന് കൂടെ പൈസ നോക്കണം. അല്ലാതെ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ഭയങ്കര റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. ഇതിനിപ്പോ ചെയ്യാൻ കഴിയുന്ന ഒരു ഇതുണ്ട്, അതിനപ്പുറത്തേക്ക് എന്തായാലും കിട്ടൂല. അപ്പൊ റിസൾട്ടും നമ്മളെ സാമ്പത്തികവും നോക്കിയിട്ട് നമ്മൾ ചെയ്യാം. നമ്മുടെ ലൈഫാണ്, നമ്മുടെ കാശാണ്, നമ്മുടെ തലയാണ്. സോ നമ്മളെ റിസൾട്ട് നോക്കുക. എനിക്ക് തോന്നുന്നു സ്ഥാപനത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി നോക്കേണ്ടിയിരിക്കും അല്ലേ? കാര്യം എന്ന് വെച്ചാൽ തുറക്കുന്നു, ഒരു ഇഷ്യൂ ഒരു വർഷം കൊണ്ട് 1 ലക്ഷം ആളുടെ 50 വരെ ചെയ്ത് കാശുണ്ടാക്കി അവർക്ക് കൂട്ടിപ്പോയി നഷ്ടമില്ല. സോ നമ്മളെപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കുക. അതെ, കുറച്ച് ലോങ് ലൈഫ് നമുക്ക് നിൽക്കണം. അതുപോലെ നമ്മളെ ഗ്രാഫ്റ്റ് ആണ്, ഒരു ഗ്രാഫ്റ്റ് പോയാൽ നമുക്ക് പോയതാ. ഇവിടുന്ന് നമ്മളെ മക്കളത് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മളത് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിലെ ഗ്രാഫ്റ്റ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് എങ്ങനെയും നഷ്ടപ്പെടുത്താതെ നോക്കുക. കാരണം ഇതൊക്കെ കുറെ ആൾക്കാർ മെസ്സേജ് നമ്മോട് ചോദിക്കുന്നോണ്ട് പറയുന്നുണ്ടോ, സങ്കടം പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അവിടുന്ന് ചെയ്തു, ഒന്നും വന്നില്ല, ക്രാഫ്റ്റ് വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക്, കാരണം ഇത് പിന്നെ എടുക്കല്ല, എല്ലാവർക്കും ചെയ്യാം, റിസൾട്ട് കൊടുക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാവരും പല്ലിന്റെ ഡോക്ടേഴ്സ് ചെയ്യുന്ന അത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബാർബർ പറഞ്ഞ പോലെ ട്യൂസർ എടുക്കുക, ഹോൾഡ് അത്രേ ഉള്ളൂ പരിപാടി, പ്രൊസീജിയർ അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് റിസൾട്ടും ഇൻഫെക്ഷൻ ഒന്നും ആവാതിരിക്കുക, അതൊക്കെയാണ് ടാസ്ക്. നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പൊ അതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.